ആടുജീവിതത്തിന്റെ കഥ 10 വരിയിൽ എഴുതിയിരിക്കുകയാണ് മന്ദരത്തൂർ MLP സ്കൂൾ വിദ്യാർത്ഥിനി നന്മ തേജസ്വിനി എന്ന മിടുക്കിക്കുട്ടി. ഒരു ദിവസം നജീബ് എന്ന ഒരാൾ ജീവിച്ചിരുന്നു. ഒരു നാൾ നജീബ് ദുബായിൽ പോയി. അവിടുത്തെ അറബ് മനുഷ്യൻ നജീബിനെ പറ്റിച്ച് മരുഭൂമിയിലിട്ടു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. നജീബ് ആടിന്റെ പുല്ലും ആടിന്റെ വെള്ളവും കുടിച്ചു ജീവിച്ചു. ഒരു ദിവസം നജീബിനെ രക്ഷിക്കാൻ ഒരാള് വന്നു. രക്ഷിച്ചു കൊണ്ടുപോയി. പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്നാണ് നോട്ട് ബുക്കിൽ നന്മ തേജസ്വിനി എന്ന മിടുക്കി കുട്ടി എഴുതിയത്. കുറിപ്പിന് താഴെ നജീബിന്റെ ഒരു ചിത്രവും വരച്ചു വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ എന്ന ക്യാപ്ഷൻ കൊടുത്താണ് ഈ ചിത്രം ബെന്യാമിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമാണ് ആടുജീവിതം. തിയേറ്റർ വിജയത്തിന് ശേഷം മലയാളി പ്രേക്ഷകർ OTTയിൽ എത്താൻ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ അടയാളപ്പെടുത്താവുന്ന കഥാപാത്രമാണ് നജീബ്. ബെന്യാമിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി സംവിധായകൻ ബ്ലെസ്സിയാണ് ആടുജീവിതം സിനിമ ഒരുക്കിയത്. സാക്ഷാൽ ബെന്യാമിൻ തന്നെ ഇത് ഷെയർ ചെയ്തതോടെയാണ് ഈ ഒരു ചിത്രം വൈറലായി മാറിയത്. നിരവധി ആളുകളാണ് രസകരമായ കമന്റുകളുമായി എത്തിയത്. കുട്ടി ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഥ 10 വരിയിൽ പറഞ്ഞു തീർത്തു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഈ കഥ എന്ന് തുടങ്ങി രസകരമായ ഒരുപാട് കമന്റുകൾ ഇതിന് വരുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ ഈ കുട്ടിത്താരം വൈറലായി മാറിയിരിക്കുകയാണ്. 10 വരിയിലുള്ള ഈ മിടുക്കിയുടെ ആടുജീവിതം എന്ന കഥ എല്ലാവരും ഏറ്റെടുത്തു എന്ന് തന്നെ പറയുന്നതാണ് സത്യം. You are watching India's first NGO television, Malanadu TV India.